ചേലക്കരയിൽ നിങ്ങൾ ഒരു മിന്നുന്ന വിജയം നിങ്ങൾ നേടുന്നു. ആദ്യ റൗണ്ട് മുതൽ അവസാന റൗണ്ട് വരെ ഒരിക്കൽ പോലും ലീഡ് കൈവിടാതെ ഒരു മിന്നുന്ന വിജയം ചേലക്കരയിൽ നിങ്ങൾ നേടുന്നു. ആ വിജയത്തിന്റെ തിളക്കത്തിലും പാലക്കാട് കോൺഗ്രസ് നേടുന്ന ഒരു രാഷ്ട്രീയ വിജയത്തെ വർഗീയ വിജയമായി ചിത്രീകരിക്കൽ അങ്ങേയറ്റത്തെ വോട്ടർമാരെ അവഹേളിക്കലല്ലേ, ജനാധിപത്യ വിരുദ്ധമല്ലേ, നെറുകേടല്ലേ ജെയ്സി തോമസ്? ഞാൻ പറയുന്നു, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ തെരഞ്ഞെടുപ്പിനെ ആകെ എന്തെങ്കിലും ഒന്നാക്കി ചാപ്പ കുത്താനുള്ള യഥാശ്രമമല്ലല്ലോ. തെരഞ്ഞെടുപ്പ് അനന്തരം കേരളത്തിന് പരിചിതമല്ലാത്ത ചില പുതിയ കാഴ്ചകൾ നമ്മൾ കാണുകയല്ലേ. പാലക്കാട് UDFന്റെ വിജയത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, വയനാട് UDFന്റെ വിജയത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ചേലക്കരയിലും പാലക്കാടും പരിമിതികളോടുകൂടിയെങ്കിലും ഇടതുപക്ഷത്തിനുണ്ടായ മുന്നേറ്റത്തെയൊക്കെ കണ്ണു തുറന്ന യാഥാർത്ഥ്യം എന്നതുപോലെ നമുക്ക് എല്ലാവർക്കും യുക്തിസഹമായി ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന എല്ലാവർക്കും അംഗീകരിക്കേണ്ടതായി വരും. പക്ഷെ ഇവിടെ ഇടതുപക്ഷം ഉയർത്തുന്ന വിമർശനം എന്താണ്? ആങ്കറുടെയും നമ്മുടെ എല്ലാവരുടെയും നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ് പാലക്കാട് UDFന്റെ വിജയമുണ്ടാകുന്നു. ആ UDFന്റെ വിജയാനന്തരമുള്ള പാലക്കാട് നഗരഹൃദയത്തിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് മുമ്പിലത്തെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം ആരുടേതാണ്? യൂത്ത് ലീഗിന്റെ ആയിരുന്നോ, മുസ്ലിം ലീഗിന്റെ ആയിരുന്നോ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റ് അനുഭാവ സംഘടനകളുടെ ആരുടെയെങ്കിലും ആയിരുന്നോ? UDFന്റെ ഔദ്യോഗിക ഘടകകക്ഷി എന്ന സംശയത്തെ, ചോദ്യത്തെ പ്രബലപ്പെടുത്തുമാറ് SDPIയുടെ ചെറുപ്പക്കാർ വന്നിട്ടാണ് അക്രോശ സമാനമായ മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് മുമ്പിലൂടെ പ്രകടനമായി പോകുന്നത്. CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പാകെ അക്രമ സ്വഭാവത്തോടുകൂടെ അവർ വന്ന് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു. ഇതിനെ തള്ളിപ്പറയുന്ന ഉത്തരവാദിത്വം മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നമുക്ക് എല്ലാവർക്കുമില്ലേ? ആ ന്യായമായ ചോദ്യവും ആശങ്കയുമല്ലേ നമ്മൾ ഉയർത്തിയത്? തെരഞ്ഞെടുപ്പിന്റെ 100 കണക്കിന് വരുന്ന ഘട്ടങ്ങളിൽ ആദ്യം മധ്യാഹ്നം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടും പാലക്കാട് നിയുക്ത MLAയോടും ഒക്കെ നമ്മൾ മാറി മാറി ചോദിച്ചു, നിങ്ങൾക്ക് തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ എന്താണ് മടി? അപ്പൊ വർഗീയവാദി എന്ന് പറയുന്ന ഒരു ലേബലിൽ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. വർഗീയവാദത്തിന്റെ കേരളത്തിലെയും പാലക്കാടെയും ഒക്കെ അനുഭവ പരിസരം എന്താണ്? അതിന്റെ രാഷ്ട്രീയ രൂപമാണ് യുവമോർച്ച, അതിന്റെ രാഷ്ട്രീയ രൂപമാണ് SDPI, അതിന്റെ രാഷ്ട്രീയ രൂപമാണ് സംഘപരിവാരം. അവരെ എതിർക്കുമ്പോൾ വർഗീയവാദത്തെ എതിർക്കുന്നു എന്ന വിശാലമായ അർത്ഥത്തിൽ ജനറലൈസ് ചെയ്ത് ചുരുക്കിക്കെട്ടി പറയുകയല്ല വേണ്ടത്. കണ്ണു തുറന്ന് മതനിരപേക്ഷ രാഷ്ട്രീയമാണ് നമ്മൾ പുലർത്തുന്നതെങ്കിൽ, നമ്മൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ പണി എന്താണ്? നമ്മൾ വെട്ടിത്തുറന്ന് അന്തസ്സോടുകൂടെ നട്ടല് നിവർത്തി നിന്ന് പറയണം, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണ്ട, ഞങ്ങൾക്ക് RSSന്റെ പിന്തുണ വേണ്ട. മതത്തെ ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഈ മതതീവ്രവാദ സംഘത്തിൽപ്പെട്ട SDPI മുതൽ RSS വരെയുള്ളവന്റെ ഒറ്റ ഒരുത്തന്റെയും പിന്തുണയും വോട്ടും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാവണ്ടേ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടാനും പ്രവർത്തനം നടത്താനും? അതിനു മുമ്പിൽ നട്ടല് വളച്ച് മുട്ടിൽ ഇഴഞ്ഞ് വിളക്ക് കൊളുത്താനും നല്ലൊരു ഐഡിയൽ രാഷ്ട്രീയമാണ് ജെയ്ക്ക് പറയുന്നത്. ജെയ്ക്ക് നല്ല ഐഡിയൽ രാഷ്ട്രീയമാണ്. പക്ഷേ ഇന്നിപ്പോൾ VD സതീഷ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി ബന്ധമില്ലേ? SDPI മുതൽ RSS വരെയുള്ള തീവ്രവാദികളുടെ പിന്തുണ കൊണ്ട് ഒരു പഞ്ചായത്തിലും ഒരു പാർലമെന്റിലും ഞങ്ങൾക്ക് ജയിക്കേണ്ട എന്ന് നട്ടല് നിവർത്തി പിടിച്ച്, അല്ലാതെ മതതീവ്രവാദിയെ കാണുമ്പോൾ നട്ടല് ഊരി പാർട്ടി ഓഫീസിൽ വെച്ച്, ഏത് ലീഗ് വയനാട് മത്സരിക്കാൻ നേരത്ത് കൊടി മടക്കി പോക്കറ്റിൽ വെച്ചതുപോലെ നട്ടല്ലൂരി പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് നിൽക്കുന്ന UDFകാരോടും കോൺഗ്രസ്സുകാരോടും മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ തിരിച്ചു പറയുന്നതാണ്, നിങ്ങൾക്ക് പണ്ടപ്പോഴോ. അപ്പൊ ഓർക്കണം, വിമർശനത്തിന്റെ ആദ്യ ശരം കൊള്ളുന്നത് RSSനും SDPIക്കുമാണ്, പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഉള്ളൂ. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 1996 നിങ്ങൾക്കൊരു പിന്തുണ ഉണ്ടായിരുന്നില്ലേ? 2011 പുറകിൽ വെൽഫെയർ പാർട്ടി നിങ്ങളെ പിന്തുണച്ചിരുന്നില്ലേ? എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യമായ അനുഭവം? ഈ ജമാഅത്തെ ഇസ്ലാമി സംഘം ഇടതുപക്ഷത്തോട് അടിയന്തരാവസ്ഥാനന്തര കാലയളവിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഇവിടെ എല്ലായ്പ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് 1996. എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഏപ്രിൽ മാസം 22 തിങ്കളാഴ്ച ദേശാഭിമാനി ദിനപത്രത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചില്ലേ എന്നുള്ളതാണ്. ആ എഡിറ്റോറിയൽ തന്നെ കണ്ണു തുറന്ന് അങ്ങ് വായിച്ചു നോക്കണം. നിലയിൽ മാധ്യമ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വാഴ്ത്തുകയാണ്, എഡിറ്റോറിയൽ വാഴ്ത്തുകയാണ്. കോൺഗ്രസിന്റെ മുഖപത്രത്തിലോ BJPയുടെ മുഖപത്രത്തിലോ ജമാഅത്തെ ഇസ്ലാമി വാഴ്ത്ത എഡിറ്റോറിയൽ കാണിക്കാവോ? ജമാഅത്തെ ഇസ്ലാമി വാഴ്ത്ത എഡിറ്റോറിയൽ എഴുതിയ ഏക പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ് ജെയ്സി തോമസ്. ഇനി എനിക്ക് മറുപടി പറയാൻ അവസരം നൽകുമോ? അപ്പോ അങ്ങയുടെ തന്നെ ഗിരിപ്രഭാഷണം തുടർന്ന് ഞാൻ ഇത് കേൾക്കണോ? എന്താ വേണ്ടേ? 1996 ഏപ്രിൽ മാസം 22 എനിക്ക് ഇവിടെ സ്ക്രീൻ ലഭ്യമല്ല. അങ്ങ് ഇതുപോലെ തന്നെ എഡിറ്റോറിയൽ ഒരു ഭാഗം ഞാൻ അങ്ങേ അയച്ചു തരാം. അങ്ങയുടെ സ്ക്രീനിൽ അങ്ങ് കാണിക്കാമോ? ആ എഡിറ്റോറിയലിന്റെ ഭാഗമായിട്ട് എഡിറ്റോറിയൽ മുഴുവൻ താങ്കൾ ആ ഒരു മാധ്യമ പ്രവർത്തനത്തിൽ അങ്ങ് വായിച്ചിട്ടുണ്ടോ? അങ്ങ് സൂചിപ്പിച്ച ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ, തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ് കേരളത്തിൽ മറ്റാരും വാഴ്ത്തിപ്പാടിയിട്ടില്ലാത്തതുപോലെ പാർട്ടി മുഖപത്രം ജമാഅത്തെ ഇസ്ലാമിയെ വാഴ്ത്തിപ്പാടി എന്ന ആങ്കർ എന്ന നിലയിൽ അങ്ങ് വിശകലനം ചെയ്ത, അങ്ങ് സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആ എഡിറ്റോറിയൽ പൂർണ്ണമായും അങ്ങ് വായിച്ചിട്ടുണ്ടോ? ആ എഡിറ്റോറിയലിന്റെ 4ാമത്തെ പാരഗ്രാഫിന്റെ തുടക്കവാചകം എന്താണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അങ്ങയുടെ സ്ക്രീനിൽ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങ് കാണിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടെ അങ്ങ് പറഞ്ഞ വാഴ്ത്തിപ്പാടലിന്റെ ഇടതുപക്ഷ ടോൺ പ്രേക്ഷകരൊന്ന് കേട്ടുകൊള്ളണം എങ്ങനെയാണെന്ന് കേട്ടോ. ലോകത്തിൽ എവിടെയും ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം
സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ ആ മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഏത് അങ്ങ് പറഞ്ഞ എഡിറ്റോറിയലിൽ ഞങ്ങളുടെ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി എഴുതുന്നതാണ്, ലോകത്തെവിടെ പ്രശ്നം ഉണ്ടായാലും സ്വന്തം മതത്തിന്റെ വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു വർഗീയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ 4 വാചകം പറയാൻ 96-ൽ വേണ്ട. തെരഞ്ഞെടുപ്പ് ജയിച്ചല്ല പാലക്കാട്, ചേലക്കരയിൽ തോറ്റും പോയി. ഇനിയെങ്കിലും തയ്യാറുണ്ടോ?